എടാ നമുക്കൊരു പിക്ക് എടുക്കാം. നമ്മളിവിടുത്തെ ഫസ്റ്റ് ഡേ അല്ലേ? ആ ഓക്കെ. ആ എടുത്ത ഫോട്ടോസൊക്കെ എനിക്കൂടെ ഒന്ന് സെൻഡ് ചെയ്യട്ടോ. ആ ആയിക്കോട്ടെ, ഞാൻ അയക്കാം. ആ ഇവിടെ നിൽക്കുന്നോ രണ്ടാളും? ഇതാ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ പാലെടുത്ത് വെച്ചിട്ട് വിളിക്കാം. ആ എന്നാ വാടാ, നമുക്ക് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരാം. ആ എന്നാ വാ. അല്ല, നൈറ്റ് ഷൂസ് പോയിക്കോ, മോൾ അവിടെ നിൽക്ക്. ആ ഓക്കെ, ഞാൻ എന്നാ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാം. മോളെന്നാ എൻ്റെ കൂടെ അടുക്കളയിലേക്ക് വാ. അവിടെ പാലെടുത്ത് വെച്ചിക്കണം ഉമ്മ, അടുത്ത് തിളപ്പിച്ചാൾ കേട്ടോ. ഇതെന്താ റാഗിങ് ആണോ? ഫസ്റ്റ് ദിവസം തന്നെ പണിയൊക്കെ എടുപ്പിക്കുന്നത്? ആ പണിയൊക്കെ ചെയ്യാൻ അറിയോ നോക്കാലോ. രണ്ട് ഗുണപാഠികളുണ്ടല്ലോ, ഒരാളപ്പോ എവിടെ? അല്ല, നൈഷൂസിനെ വിളിക്കണ്ട, ഒരു വലിയ വീട്ടിലെ കുട്ടിയല്ലേ, അപ്പൊ ഓൾക്ക് അതൊന്നും ചെയ്ത് പരിചയം ഉണ്ടാവൂലേ. മോൾ അങ്ങോട്ട് താ, അമ്മായി കാച്ചിയേക്ക, ആദ്യത്തെ ദിവസം തന്നെ പണിയൊന്നും എടുക്കണ്ടേ. അത് കുഴപ്പമില്ല, ഞാൻ തന്നെ ചെയ്തോളാം, കുഴപ്പമില്ല. ഈ അങ്ങോട്ട് ചെല്ല്, അങ്ങോട്ട് താ, ഞാൻ കാച്ചി വെക്കാം. മോള് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വാ. എന്നാ ഓക്കെ, ഞാൻ മാറ്റിയിട്ട് വരാം. ഓൺ ചെയ്യാന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ ഈ പറഞ്ഞേച്ച്? എന്നാ മറ്റേ വേറോളും കൂടി വിളിക്ക്, രണ്ടാളും കൂടി കാച്ചിക്കോട്ടെ. ഒരു പാല് കാച്ചപ്പ രണ്ടാൾ ആവശ്യമുണ്ടോ? എന്താണ് താത്ത പൈസക്കാരോടെ ഒരു ചായ്വ് പോലെ? ഈ എന്തൊക്കാ പറയണേ? ഞാൻ അങ്ങനെ മനസ്സിലും കൂടി ചിന്തിച്ചില്ലേ. ഞാൻ പറഞ്ഞേന്നുള്ളൂ, രണ്ടാളുകളെ മക്കളെ പെണ്ണുങ്ങളാണ്, ഒരേപോലെ കാണണേ. അതൊക്കെ അത്രേ ഉള്ളൂ, രണ്ടും നമ്മളെ മക്കൾ തന്നെ അല്ലേ. പാലയക്കണം കേട്ടോ, ഞാൻ മൂടി വെച്ചിക്കണ്, ഞാൻ എന്നാ അകത്ത് പോയിക്കിട്ട് വരാം. ആ പിന്നെ രണ്ടാളെ ഒരേപോലെ കാണാൻ ഓള് പഠിപ്പിച്ചരാൻ തഞ്ഞിപ്പോ. ആ മോള് വന്നോ? വാ ഇരിക്കി. റാഷ റൂമിലായിരിക്കും അല്ലേ? ആ നേരത്തെ പോയതാ, പിന്നെ കണ്ടില്ല. ആ വന്നല്ലോ. ഓ വന്നോ? എന്താക്കിയാണ് ഇത്രയും നേരം? അത് പിന്നെ വീട്ടിൽ നിന്ന് ഫോണ് വന്നേനി. ഓ ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ, അപ്പത്തേക്ക് ഫോണോ? അത് പിന്നെ ആ രണ്ടാളും ഡ്രസ്സൊക്കെ മാറ്റി വന്നോ? രണ്ടാളും ഗോൾഡൊക്കെ നല്ലോണം വെച്ചില്ലേനോ? സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? ഓ അലമാരി വെച്ച് പൂട്ടീന്. അതിന് അനക്ക് എന്താ പൂട്ടാള്? കൂടിയാ 10 പവന്. എനിക്ക് മോളോടാ പറയാനുള്ളത്, സ്വർണ്ണൊക്കെ നല്ലോണം വെച്ച് പൂട്ടിട്ടോ. ആ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. മോൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആണോ ഇടല്? അല്ല, ഇത് ഇവിടെ വാങ്ങിയ ഡ്രസ്സാണ്. ആ എനിക്കും ഇവിടുന്ന് വാങ്ങിയ ഡ്രസ്സ് തന്നെയാണിത്. അതെന്താ രണ്ടാൾക്കും ഒരുപോലത്തെ വാങ്ങിക്കൂടെ താത്ത? ആ രണ്ടാൾക്കും ഒരുപോലത്തെ ഡ്രസ്സ് തന്നെയാണ് അത് എടുത്തത്. പിന്നെ ആലോചിച്ചത് നൈഷുമോള് നല്ല വിലന്റെ ഡ്രസ്സല്ലേ ഇടല്, പിന്നെ ഓക്ക് കുറച്ച് മുന്തിയത് എടുത്ത്. നിങ്ങൾ രണ്ടാളും കൂടി എന്തെങ്കിലും മുന്നിൽ പറഞ്ഞിരിക്കട്ടോ, നമുക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. വരി താത്ത. എന്തു പണിയാ? ഒക്കെ കഴിഞ്ഞതല്ലേ. റാഷ എന്താ? ഞാൻ നമ്മൾ നേരത്തെ എടുത്ത പിക്സ് ഒക്കെ സെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഞാൻ നോക്കാം. വീട്ടുകാരെ മിസ് ചെയ്യണോ നിനക്ക്? നീ കരയാണടാ, കണ്ണു തുടക്കി. ഞാനും നിന്നെ പോലെ തന്നെ അല്ലേ, എനിക്കും വീട്ടുകാരൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നീ ഇവിടെ ഉള്ളതുകൊണ്ട് വലിയ സീനില്ല. ഡാ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കടാ. നമ്മൾ അമ്മായിമത്തിരി സീനാവും തോന്നുന്നുണ്ട്, സാരല്ല, റെഡിയാക്കി എടുക്കാം. ഏയ് നമ്മളെ ഉമ്മനെ പോലെ തന്നെ കണ്ടാൽ മതിയടാ. ഉമ്മയെങ്കിലും ഉമ്മ, നീ ഒന്ന് ചില്ലായിട്ടിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. എനിക്ക് സീനൊന്നുമില്ല, അത് കേട്ടാ മതി. എന്നാ വാ നമുക്ക് അങ്ങോട്ട് ചെല്ലാം.